ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ പേരിൽ കോൺഗ്രസും അസം സർക്കാരും തമ്മിൽ പോര് തുടരുന്നു. അസമിലെ ഗുവാഹത്തിയിൽ കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ വീണ്ടും സംഘർഷമുണ്ടായി. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കെതിരെയുള്ള പോലീസ് നടപടി മനഃപൂർവ്വമായ പ്രകോപനം സൃഷ്ടിക്കലെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. അസം മുഖ്യമന്ത്രി ന്യായ് യാത്രയെ ഭയപ്പെടുന്നു. ഹിമന്ത ബിശ്വ ശർമ്മ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയെന്നും രാഹുൽ ഗാന്ധി തുറന്നടിച്ചു. Is one of the most corrupt chief ministers in the country. Second, whenever I'm moving around this state, pretty much everybody is saying to me, massive unemployment, massive corruption, massive price rise, farmers are struggling, no youngster can get a job in this state. So that is the situation, and that's what we are raising. And we are being very successful at it. In fact, he's helping us, and I'm very glad he's doing it, and he should do more. The more he does, the better it is for us. തന്നെ കാണാൻ വിദ്യാർത്ഥികളെ അനുവദിക്കരുതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അസം മുഖ്യമന്ത്രിയോട് നിർദ്ദേശിച്ചെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. ബീഹാറിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാറും ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവും ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ഭാഗമാകും. ബംഗാളിൽ ഭാരത് ജോഡോ ന്യായ് യാത്രയിലേക്ക് CPIM-നും പ്രത്യേകം ക്ഷണമുണ്ട്. സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം യാത്രയിൽ പങ്കെടുത്തേക്കുമെന്നാണ് സൂചന. എന്നാൽ വേദിയിൽ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാകരുതെന്ന് CPIM ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി വിശദവിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, മണിപ്പൂരിൽ പോലും ഇല്ലാത്തത്രയും വലിയ പ്രതിസന്ധി ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് അസമിൽ നേരിടേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? വേണു, അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ കോൺഗ്രസിൽ നിന്നും പോയ നേതാവാണ് എന്നതിനൊപ്പം തന്നെ നിലവിൽ BJP നേതാക്കളിൽ രാഹുൽ ഗാന്ധിയെ ഏറ്റവും കൂടുതൽ കടന്നാക്രമിക്കുന്ന ഒരു നേതാവ് കൂടിയാണ്. അസമിൽ ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ പ്രചരണം ആരംഭിച്ച ഘട്ടം മുതൽ തന്നെ ഹിമന്ത ബിശ്വ ശർമ്മ പ്രകോപനപരമായ മുന്നറിയിപ്പുകളുമായി രംഗത്തുണ്ട്. അസമിൽ ചട്ടം ലംഘിച്ചുകൊണ്ട്, ക്രമസമാധാന നില ലംഘിച്ചുകൊണ്ട് ഈ ഭാരത് ജോഡോ യാത്ര മുന്നേറിയാൽ, അസം പൂർത്തിയായി സിലിഗുഡിയിൽ എത്തിയാൽ ഉടൻ തന്നെ നേതാക്കളെ തിരിച്ചു വിളിച്ച് അറസ്റ്റ് ചെയ്യുമെന്ന ആദ്യ ദിവസം തന്നെ അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഒപ്പം തന്നെ ഭാരത് ജോഡോ യാത്ര ഓരോ ഘട്ടത്തിലും മുന്നോട്ട് പോകുമ്പോൾ ആദ്യ ദിവസം തന്നെ ഭാരത് ജോഡോ യാത്രയിൽ സംസ്ഥാന അധ്യക്ഷനെതിരെ കേസെടുക്കുന്ന സംഭവമുണ്ടായി. ഒപ്പം തന്നെ 2 തവണ വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങൾ ഭാരത് ജോഡോ യാത്രയിലെ വാഹനങ്ങൾക്ക് നേരെയുണ്ടായി. ഇന്നലെ വട്ടദ്രവ മഠത്തിലേക്കുള്ള യാത്രാമധ്യേ നേതാക്കളെ തടയുന്ന സംഭവമുണ്ടായി. ഇത്തരത്തിൽ എല്ലാ ദിവസവും അസമിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും യാത്രയ്ക്ക് നേരെയുള്ള നടപടികൾ ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും ഒടുവിലാണ് ഇന്ന് സംഭവിച്ചത്. ഇന്ന് മേഘാലയയിലെ പര്യടനം പൂർത്തിയാക്കിക്കൊണ്ട് അസമിലേക്ക് ഭാരത് ജോഡോ യാത്ര എത്തുകയും ഇത് പ്രദേശത്തേക്ക് കടക്കുമ്പോൾ ഗുവാഹത്തി നഗരത്തിലേക്ക് ഈ ഭാരത് ജോഡോ യാത്ര കടക്കാൻ തുടങ്ങുന്ന ഘട്ടത്തിലാണ് ജോറാബത്തിൽ വെച്ച് പോലീസ് ഈ ഭാരത് ജോഡോ യാത്രയെ ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞത്. തുടർന്ന് പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഏറെ നേരം വാഗ്വാദമുണ്ടാവുകയും ബാരിക്കേഡ് തകർത്തുകൊണ്ട് മുന്നേറാൻ കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിക്കുകയും ചെയ്തു. നിരവധി ബാരിക്കേഡുകൾ തകരുന്ന സാഹചര്യമുണ്ടായി. ഈ ഘട്ടത്തിൽ പോലീസ് ലാത്തി ചാർജ് നടത്തി. തുടർന്ന് രാഹുൽ അതിശക്തമായ ഭാഷയിൽ വിമർശനവുമായി രംഗത്തെത്തി. തങ്ങളുടെ നിയമം ലംഘിക്കില്ല, ബാരിക്കേഡുകൾ ഒരുപക്ഷെ തകർത്തേക്കാമെന്നും മനഃപൂർവ്വമായി പ്രകോപനമുണ്ടാക്കാനുള്ള ശ്രമമാണ് അസം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നും ഇത് പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും നിർദ്ദേശമനുസരിച്ചാണ് ഈ നടപടിയെന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു. എന്നാൽ നിമിഷങ്ങൾക്കകം തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കാൻ DGPക്ക് നിർദ്ദേശം നൽകിയെന്നും ചട്ടം ലംഘിച്ച് ക്രമസമാധാന നില ലംഘിച്ചുകൊണ്ട് ജനങ്ങളെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നും ഇത് അസമിലെ ജനങ്ങളുടെ സംസ്കാരമല്ല എന്നുമാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പ്രതികരിച്ചത്. അതിശക്തമായ ഭാഷയിൽ രാഹുൽ ഗാന്ധിയും മറുപടി നൽകി. ഏറ്റവും ശക്തമായ വിമർശനങ്ങൾ, പ്രധാനമായും രാജ്യത്തെ ഏറ്റവും അഴിമതി നിറഞ്ഞ മുഖ്യമന്ത്രിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ എന്നും പ്രധാനമന്ത്രിയുടെയും മറ്റും നിർദ്ദേശമനുസരിച്ച് ഭാരത് ജോഡോ യാത്രയെ തകർക്കാൻ ഹിമന്ത ബിശ്വ ശർമ്മ ശ്രമിക്കുമ്പോൾ അതിൽ കൂടുതൽ പിന്തുണ ആർജിക്കുകയാണ് ഭാരത് ജോഡോ ന്യായ് യാത്ര ചെയ്യുന്നത് എന്നുമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. ഭാരത് ജോഡോ യാത്രയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്.
അതേസമയം അടുത്ത ഘട്ടങ്ങളിൽ ഈ വ്യാഴാഴ്ചയാണ് ഭാരത് ജോഡോ ന്യായ യാത്ര സിലിഗുഡിയിലേക്ക്, അതായത് പശ്ചിമ ബംഗാളിലേക്ക് പ്രവേശിക്കുന്നത്. ആ ഘട്ടത്തിൽ CPM-നെ പ്രത്യേകമായി ക്ഷണിച്ചിരിക്കുന്നു. മുതിർന്ന നേതാവ് പ്രദീപ് ഭട്ടാചാര്യ വഴിയാണ് ഹൈക്കമാൻഡ് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമിനെ ഭാരത് ജോഡോ യാത്രയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. പങ്കെടുക്കാൻ അദ്ദേഹം താല്പര്യം അറിയിച്ചിരിക്കുന്നു. എന്നാൽ തിരുവനന്തപുരത്ത് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി യോഗം നടക്കുന്നതിനാൽ ചിലപ്പോൾ തനിക്ക് പങ്കെടുക്കാൻ കഴിയില്ല എങ്കിലും മറ്റ് പ്രതിനിധികളെ അയക്കാമെന്ന് അദ്ദേഹം അറിയിച്ചതായാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ ഒരു ഉപാധി മുന്നോട്ട് വച്ചിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ പങ്കാളിത്തം ചടങ്ങിൽ ഉണ്ടാകരുത് എന്നുള്ളതാണ് CPM മുന്നോട്ട് വച്ചിരിക്കുന്ന ഉപാധി എന്നുള്ളത്. എന്നാൽ തൃണമൂൽ കോൺഗ്രസിന് ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനം അറിയിച്ചിട്ടില്ല. ബീഹാറിലേക്ക് എത്തുമ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് മുഖ്യമന്ത്രി നിതീഷ് കുമാറും ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഭാരത് ജോഡോ യാത്ര അസമിൽ പര്യടനം പൂർത്തിയാക്കാൻ ഇനിയും 2 ദിവസം കൂടി ബാക്കി നിൽക്കുമ്പോൾ ഓരോ ദിവസവും അതീവ സംഘർഷകരമായ സാഹചര്യങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വേണു, ബൽറാം, ഈ അടുത്തിടെ ബീഹാറിലെത്തിയപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നിതീഷ് കുമാറിനെ NDA-യിലേക്ക് സ്വാഗതം ചെയ്യുന്ന രൂപത്തിൽ പ്രതികരിക്കുകയുണ്ടായി. അത് വലിയ ആശയക്കുഴപ്പം ഇന്ത്യ മുന്നണിയിൽ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. എതിർ ക്യാമ്പിന് കൃത്യമായ മറുപടിയാണോ ഭാരത് ജോഡോ ന്യായ യാത്രയിൽ നിതീഷ് പങ്കെടുക്കും എന്ന ഉറപ്പ്? വേണു, തീർച്ചയായും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആ തരത്തിൽ തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉണ്ടാക്കിയ ആശയക്കുഴപ്പത്തെ തുടർന്ന് സർക്കാർ വരെ തകർന്നേക്കാമെന്നും അല്ലെങ്കിൽ നിതീഷ് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ട് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയാക്കാൻ RJD ലാലുവിൻ്റെ നേതൃത്വത്തിൽ അണിയറ നീക്കങ്ങൾ നടത്തുന്നതായുള്ള നീക്കങ്ങൾ റിപ്പോർട്ടുകൾ പുറത്തു വരികയും അത് JDU-വിൻ്റെ ദേശീയ പ്രസിഡന്റിനെ മാറ്റുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ 2 പാർട്ടികൾ തമ്മിൽ ഇപ്പോഴും അത്ര സുഖകരമല്ലാത്തൊരു സാഹചര്യം എന്ന റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നതിനിടെ പലതവണ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു, പ്രശ്നങ്ങളില്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടി. അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ ഭാരത് ജോഡോ യാത്രയിൽ ഈ 2 പാർട്ടികളും പ്രതിനിധികൾ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും തന്നെ പങ്കെടുക്കുന്നതോടുകൂടി ഇന്ത്യ മുന്നണി കൂടുതൽ ശക്തമാണ് എന്നും പ്രശ്നങ്ങൾ മുന്നണിക്കകത്തില്ല എന്നുള്ള ഒരു കൃത്യമായ ചിത്രം നൽകാൻ കൂടിയാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. അതിന് എല്ലാ പിന്തുണയും JDU-വും RJD-യും നൽകുന്നു എന്നുള്ളതുമാണ് നിലവിലെ സാഹചര്യം. കൂടാതെ ഈ ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരായി ഇന്ത്യ മുന്നണിയുടെ ഒരു ഐക്യ സന്ദേശം കൂടി നൽകാൻ തന്നെയാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. വേണു, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.